ശ്രീ എം ജയചന്ദ്രൻ, അനൂപ് വി ആർ, അതായത് കോൺഗ്രസിൻ്റെ വക്താവായി ചാനലുകളിൽ അടക്കമെത്തുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന സീനിയർ ഗവൺമെൻറ് പ്ലീഡർ തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്നത് ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ച, സംഘടനാ പ്രവർത്തനം നടത്തിയ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതായത് അനൂപ് വി ആറിന് ഉൾപ്പെടെ KSU കാലഘട്ടം മുതൽ സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ ഭാഗമായി പോലീസിൻ്റെയോ രാഷ്ട്രീയ പ്രതിയോഗികളുടെയോ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോഴും കോൺഗ്രസ്സുകാരുടെ കേസുകൾ ഫീസ് നോക്കാതെ വാദിക്കുന്ന നിരവധി പേർ ഉള്ളപ്പോൾ സീനിയർ ഗവൺമെൻറ് പ്ലീഡർ പോലെ ഒരു സുപ്രധാന പദവിയിലേക്ക് നേരത്തെ പരാമർശിച്ച വ്യക്തിയെ എന്ത് പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്ന് നിയമനം നടത്തിയവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം വസ്തുതകൾ എണ്ണി ഘട്ടം ഘട്ടമായി അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തു തോന്നുന്നു ശ്രീ എം ജയചന്ദ്രൻ? അജിംഷാദെ, എനിക്ക് അനൂപ് സുഹൃത്താണ്. വി ആർ അനൂപിനോട് പറയാനുള്ളത് ഒരു കാര്യം, അനൂപ് കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കൂടിയായ VD സതീശൻ അവതരിപ്പിച്ചത്. സ്വാഭാവികമായും സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം വരും. രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നു. ഈ സംസ്ഥാന ബജറ്റിനുള്ള പ്രതികരണമായി എന്തായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രതികരണം? ശ്രദ്ധിച്ചില്ലേ? കേരളം ചർച്ച ചെയ്തിട്ട് അത് വേറെ കാര്യം. ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള കേരളത്തിൻ്റെ വികസന മാതൃകയാണ് സതീശൻ്റെ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ, പൂർണ്ണമായും അതിനെ പിന്താങ്ങുന്നു. പരസ്യ പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ. ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള കേരളത്തിൻ്റെ വികസന ആശയങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതിനെ പൂർണ്ണമായും ഞങ്ങൾ പിന്താങ്ങുന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് നാണം തോന്നിയോ? പന്തളം രാജേന്ദ്രന് നാണം തോന്നുമെങ്കിൽ അദ്ദേഹം ഇനി പറയുകയാണ് വേണ്ടത് ചർച്ചയിൽ. പക്ഷെ കേട്ടിട്ട് എനിക്ക് ചളിപ്പ് തോന്നി. ഇങ്ങനെയൊക്കെയാണോ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി? അല്ല, അദ്ദേഹം കോൺഗ്രസ് നേതാവാന്ന് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് സഹയാത്രികനായതുകൊണ്ട് പറയുകയാണ്. കാരണം കോൺഗ്രസ് ഈ വിഷയമാണെങ്കിൽ ചർച്ചയ്ക്ക് ആളെ വിടില്ല എന്ന് തന്നെ അറിയിച്ചു. ഒരു അട്ട നമ്മുടെ ശരീരത്തിൽ അല്ല, അതെ, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിലൊരു അട്ട അഴിഞ്ഞു പോകുന്ന പോലെ തോന്നും ഈ വർത്തമാനം കേട്ടാലേ. BJP പ്രസിഡന്റിൻ്റെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അതേ ആശയങ്ങളാണ് മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി ബജറ്റിലൂടെ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് അതിനെ പരിപൂർണമായി പിന്താങ്ങുന്നു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ട് അക്ഷരം മൊഴിയാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഈ നേരം വരെ ഒരു സമയവും കിട്ടിയില്ല. എന്താണത് സൂചിപ്പിക്കുന്നത് അജിംഷാദെ? എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഈ ബജറ്റിനെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയാണോ? ബജറ്റിനെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ BJP പ്രസിഡന്റ് സംസ്ഥാന ബജറ്റിനെ സമ്പൂർണ്ണമായി പിന്താങ്ങുന്നെന്ന് പരസ്യമായി പറഞ്ഞാൽ BJP അതിനെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റു പറയണമെങ്കിലോ, അങ്ങനെ ഏറ്റു പറയണമെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ തങ്ങളുടെ ആശയഗതികൾ മുൻപ് തന്നെ ഷെയർ ചെയ്തിരിക്കണം. ഷെയർ ചെയ്യാതെ അത് കഴിയില്ല. അപ്പോൾ അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഞാൻ ഈ ഡോക്ടർ ഗോപനും രാജേന്ദ്രൻ മന്ത്രവും രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാതെ മറ്റൊരു ഭാഗം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. സ്വകാര്യവൽക്കരണത്തിൻ്റെ അടുത്ത കേളീരംഗമായി കേരള സംസ്ഥാനത്തെ മാറ്റാൻ സംസ്ഥാന സർക്കാർ പരിപൂർണമായി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പൂർണ്ണമായ പിന്തുണയ്ക്കൽ. നമ്പർ 1. ഇതിനെ സംബന്ധിച്ച് അതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞത് 2021 ഫെബ്രുവരി 24-നാണ്. ഒരു വെബിനാറിലാണ്. ആ കാലം അങ്ങനെയായിരുന്നല്ലോ, വെബിനാറുകളുടെ സൂം മീറ്റിങ്ങുകളുടെ കാലമാണല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. ഗവൺമെൻറ് പണി കച്ചവടം നടത്തലല്ല. ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം 2021-22
2.5 ലക്ഷം കോടി രൂപയുടെ പിന്നെ സ്ഥാപനങ്ങൾ വിറ്റഴിക്കും. അടുത്ത വർഷം 22-23 1.25 ലക്ഷം കോടിയുടെ സ്ഥാപനങ്ങളും വിറ്റഴിക്കും. ഒന്നും നടന്നില്ല. അത് വേറൊരു കാര്യം. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് ഡിറ്റോയായിട്ട് പകർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? ബജറ്റ് പ്രസംഗം കഴിഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് അഭിസംബോധന സംസാരിച്ചില്ല വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വകാര്യവൽക്കരണം നിഷേധിക്കാൻ കഴിയില്ല, സ്വകാര്യവൽക്കരണം നമുക്ക് പരിഗണിക്കേണ്ടി വരും, പക്ഷേ കണ്ടീഷൻസ് ഉണ്ടാവും. ഇതാണ് മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആശയത്തോട് പ്രധാനമന്ത്രിയുടെ ആശയത്തോട് നേരിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ BJP പ്രസിഡന്റ് അതിനെ അക്നോളജ് ചെയ്യാതിരിക്കും? ശ്രീ രാജേന്ദ്രൻ പന്തളം. അതുകൊണ്ടാണ് BJP പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ആശയഗതികളാണ്, വികസന സ്വപ്നങ്ങളാണ് കേരള ബജറ്റിൽ വന്നിരിക്കുന്നത്, പരിപൂർണമായി പിന്താങ്ങുന്നു. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ കേരളത്തിലെ UDFോ കോൺഗ്രസ്സോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അഡ്രസ്സ് ചെയ്യാൻ മുതിർന്നിട്ട് പോലുമില്ല ഇതുവരെ. നാളെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുമില്ല. പക്ഷേ അജിംഷാദ് സൂചിപ്പിച്ച, ഡോക്ടർ PK ഗോവൻ സൂചിപ്പിച്ച മാധ്യമങ്ങളുടെ പരിലാളനം നിങ്ങൾക്ക് ആവോളം കിട്ടുന്നുണ്ട്. ആ പരിലാളനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പം നിലവിലുള്ള UDF സർക്കാരിൻ്റെ ഇത്രയും ദിവസമായതല്ല പ്രശ്നം. അവതരിപ്പിച്ച ബജറ്റിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ നോക്കിക്കണ്ടത്? ഞാനീ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു പരാമർശം വന്നതായിട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല. കാരണം മാധ്യമങ്ങളുടെ പരിലാളന ആവോളം കൊടുക്കുകയാണ്. ഇപ്പോഴും അവർക്ക് വേണ്ടത് ആരെയാണ്? ഇപ്പോഴും അവർക്ക് വേണ്ടത് LDFനെയാണ്.